നെതർലൻഡിലെ ബോക്സ്റ്റലിൽ 1380 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. നെതർലൻഡിലെ ബോക്സ്റ്റലിലെ ഇടവക വികാരിയായിരുന്ന ഫാദർ എലിജിയൂസ് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസയിൽ നിന്ന് കൂദാശ ചെയ്ത വീഞ്ഞ് അറിയാതെ തുളുമ്പി അൾത്താരവിരിയിൽ വീണു. അതുടനെ തന്നെ തിരുരക്തമായി മാറി. ഭയചകിതനായ ഫാദർ എലിജിയൂസ് ദിവ്യബലിക്ക് ശേഷം സാക്രിസ്റ്റിയിലേക്ക് ഓടി. രക്തം കഴുകിക്കളയാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും തിരുരക്തം തുണിയിൽ നിന്ന് കഴുകിക്കളയാൻ കഴിഞ്ഞില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ച വൈദികൻ അൾത്താരവിരിയും കോർപ്പറലും ഒരു പെട്ടിയിലാക്കി കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം രോഗാവസ്ഥയിലായ അദ്ദേഹം തന്നെ കുമ്പസാരിപ്പിക്കാൻ എത്തിയ ഫാദർ ഹെൻറിക്കിനോട് ഈ സത്യം വെളിപ്പെടുത്തി. അദ്ദേഹം ഉടൻ തന്നെ ഉർബൻ 4 പാപ്പയുടെ ഔദ്യോഗിക പ്രതിനിധിയായിരുന്ന കർദിനാൾ പിലേയൂസിനെ വിവരമറിയിച്ചു. തുടർന്ന് സാഘോഷം ആ അൾത്താരവിരിയും കോർപ്പറലും ഫാദർ എലിജിയൂസിൻ്റെ കട്ടിലിനടിയിൽ നിന്നും പുറത്തെടുത്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപ്പോഴും അൾത്താരവിരിയിലും കോർപ്പലിലും തിരുരക്തത്തുള്ളികൾ കാണപ്പെട്ടു. വീണ്ടും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും അപ്പോഴെല്ലാം വിശുദ്ധ വസ്തുക്കളിലെ രക്തം ജീവനുള്ളതായി കാണപ്പെട്ടു. 1380 ജൂൺ 25 മുതൽ അത് സഭയുടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ സൂക്ഷിക്കപ്പെടുവാൻ തുടങ്ങി. തുടർന്ന് പരസ്യ ആരാധനയ്ക്കും തുടക്കം കുറിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. വിലമതിയാത്ത തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യത്തോടുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ തിരുശരീരവും തിരുരക്തവുമായി അങ്ങ് നിലകൊള്ളുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.